നമസ്കാരം. വാർത്തകളുമായി ഞാൻ മിനി അൽഫോൻസ. സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധനപത്രത്തിലെ കണ്ടെത്തലുകളുടെയും പശ്ചിമേഷ്യൻ സംഘർഷം സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതത്തിന്റെയും പശ്ചാത്തലത്തിൽ വി.ഡി. സതീശൻ സർക്കാർ തങ്ങളുടെ പുതുക്കിയ ബജറ്റ് അവതരിപ്പിച്ചു. യുവത്വത്തെ കേരളത്തിൽ നിർത്താനും അവർക്ക് ആവശ്യമായ ഉന്നത വിദ്യാഭ്യാസം, പ്രൊഫഷണലായ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ കൊടുത്ത് അവർക്കിവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ആ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും നിക്ഷേപങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കേരളത്തിന് അത്ഭുതകരമായ മാറ്റം ഈ സംസ്ഥാനത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മുൻ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിലെ തെറ്റായ കണക്കുകൾ തിരുത്തിക്കൊണ്ടാണ് ഈ ബജറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കിഫ്ബിയുടെയും കണക്കുകൾ മറച്ചുവെച്ച് മുൻ സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് ബജറ്റ് ആമുഖത്തിൽ കുറ്റപ്പെടുത്തുന്നു. 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റും നേരിടാത്ത വെല്ലുവിളികളെ, ധനപരമായ പ്രതിസന്ധികളെ, സാമ്പത്തിക പ്രയാസങ്ങളെ ഈ ഗവൺമെന്റ് അഭിമുഖീകരിക്കുക. അവിടെ നിന്നുകൊണ്ടാണ് 1 രൂപയുടെ ടാക്സ് കൂട്ടാതെ വരുമാനമില്ലാതെ ഒരു സംസ്ഥാനമാണ്. പ്രായമുള്ളവരുടെ നമ്പർ കൂടി വരികയും ചെയ്യുന്ന അസാധാരണമായ ഒരു ജനസംഖ്യാ മാറ്റം, ഡെമോഗ്രാഫിക് ചേഞ്ച് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്തിന്റെ പ്രതീക്ഷിത വരുമാനത്തിൽ 20,500 കോടി രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കിഫ്ബിയുടെയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയും ഉൾപ്പെടെ സർക്കാരിന്റെ ആകെ സാമ്പത്തിക ബാധ്യത 87,012 കോടി രൂപ ഉയർന്നു നിൽക്കുന്ന ഈ കടുത്ത സാഹചര്യത്തിലും ജനങ്ങൾക്കുമേൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ നികുതി സംവിധാനം കാര്യക്ഷമമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സർക്കാരിന് മേലുള്ള ബാധ്യത കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയുടെയും ഉൾപ്പെടെ 87,012 കോടി രൂപ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം വലിയ പദ്ധതികൾക്ക് നമുക്ക് തുടക്കമിടാൻ കഴിയുന്നത്. 2026-27 വർഷത്തെ മൊത്തം പദ്ധതി അടങ്കൽ തുക 30,370 കോടി രൂപയായി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഉൽപാദന അടിസ്ഥാന സൗകര്യ മേഖലകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നിരവധി സ്വപ്ന പദ്ധതികളാണ് ബജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരളത്തെ റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ എന്നിവ വഴി ബന്ധിപ്പിക്കുന്ന മിഷൻ സമുദ്ര, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ കോർത്തിണക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ച മിഷൻ സമുദ്ര, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പുതുയുഗ യാത്രയിൽ, അത് കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള സ്വപ്ന പദ്ധതിയാണ്. അത് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. കൂടാതെ തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ ലൈറ്റ് മെട്രോ പദ്ധതികളും നടപ്പിലാക്കും. കാർഷിക മേഖലയ്ക്ക് ഉണർവേകാൻ റബ്ബർ താങ്ങുവില 200 രൂപയിൽ നിന്നും 250 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കായി ഫിഷറീസ് സബ് പ്ലാൻ ആവിഷ്കരിക്കുകയും മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. കൂടാതെ കശുവണ്ടി, കയർ, കൈത്തറി തുടങ്ങിയ പരമ്പരാഗത വ്യവസായങ്ങളിലെ സ്ത്രീ തൊഴിലാളികൾക്ക് പ്രത്യേക വേതന സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യ, സാമൂഹിക സുരക്ഷാ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ബജറ്റ് തുടക്കമിടുന്നത്. ആരോഗ്യ മേഖലയിൽ അതിന്റെ ക്വാളിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി സ്ഥാപിച്ച് വലിയൊരു മെഡിക്കൽ ഡെസ്റ്റിനേഷനാക്കി കേരളത്തെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദേശ ലെഗസി യൂണിവേഴ്സിറ്റികളെ ആകർഷിക്കാൻ കേരള നോളജ് വാലി പദ്ധതിയും ആദിവാസി പൈതൃകം സംരക്ഷിക്കാൻ വയനാട് ട്രൈബൽ സർവകലാശാലയും സ്ഥാപിക്കും. ക്യാമ്പസുകളിലെ റാഗിംഗ് തടയുന്നതിനായി സിദ്ധാർത്ഥൻ സ്റ്റുഡൻസ് ഡിസ്ട്രസ് ആപ്പും പ്രത്യേക നിയമവും കൊണ്ടുവരും. സ്ത്രീ സുരക്ഷയ്ക്കായി മകൾക്കൊപ്പം പദ്ധതിയും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഓപ്പറേഷൻ തൂഫാൻ വിപുലീകരണവും ബജറ്റിലുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയിക്കാൻ കേരള ഡിസാസ്റ്റർ റെസിലിയൻസ് സെന്റർ സ്ഥാപിക്കുന്നതോടൊപ്പം 2050 കേരളത്തെ പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള ലക്ഷ്യവും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു.
സാമ്പത്തിക ഉത്തേജനത്തോടൊപ്പം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും ബജറ്റിൽ പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. പട്ടികജാതി മേഖലയ്ക്ക് 527.68 കോടി രൂപയും പട്ടികവർഗ മേഖലയ്ക്ക് 152.52 കോടി രൂപയും അധികമായി അനുവദിച്ചു. ഈ തുക സമയബന്ധിതമായി വിനിയോഗിക്കുന്നു എന്നുറപ്പാക്കാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തും. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി സിൽവർ ഇക്കോണമി പദ്ധതിയും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെയർ ഗിവർ കോഴ്സുകളും ആരംഭിക്കും. സർക്കാർ ജീവനക്കാരുടെ DA/DR ആനുകൂല്യങ്ങൾ മുടക്കം കൂടാതെ നൽകുമെന്നും NPS സംവിധാനം പരിഷ്കരിക്കുമെന്നും ബജറ്റ് ഉറപ്പു നൽകുന്നു. ഉരുൾപൊട്ടൽ നാശം വിതച്ച പ്രദേശങ്ങളുടെ പുനർനിർമ്മിതിക്കായി പ്രത്യേക വിലങ്ങാട് പാക്കേജും വയനാട്, കാസർഗോഡ്, ഇടുക്കി ജില്ലകൾക്കായി പ്രത്യേക വികസന പാക്കേജുകളും ബജറ്റിന്റെ സമഗ്രത വ്യക്തമാക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.